എന്താ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയല്ലേ? വിശ്വസിച്ച് UDF വോട്ട് കൊടുത്ത ജനങ്ങളുടെ എല്ലാ അവസ്ഥ കണ്ടില്ലേ? കേരളത്തിന് നാഥനില്ലാ കളരിയായിട്ട് ഇപ്പൊ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല കാര്യം, അടിപൊളി. നാണമില്ലാത്തൊരവസ്ഥയായിപ്പോയി കേരളത്തിന്. 10 വർഷം UDFന്റെ വെഴുപ്പ് ചുമന്ന VD സതീശനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ എവിടെയും പോരുന്ന നേതാക്കന്മാരെ ഇപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണം. നല്ല നടപ്പ് അല്ലേ? കോൺഗ്രസ് പാർട്ടിയിൽ വോട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. മറ്റുള്ള സംസ്ഥാനത്തിനെല്ലാം മുഖ്യമന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്ത് അവനവന്റെ കസേരയിലിരുന്ന് അവനവന്റെ ജോലികൾ ആരംഭിച്ചു. ഇവിടെ കേരളത്തിലെ അടിയാണ്, സൂപ്പർ അടി. ഒരു കസേരയ്ക്ക് വേണ്ടി എത്ര അടി. നാണം കെട്ട ഒരവസ്ഥ ഇത് കേരളത്തിന്റെ. ഇവർക്കൊക്കെ വോട്ട് ചെയ്ത ജനങ്ങൾ വേണം വിഡ്ഢികൾ. അനുഭവിക്കട്ടെ, നന്നായിട്ട് അനുഭവിക്കട്ടെ. ജനങ്ങൾ തീരുമാനിച്ച് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച ആളുകൾ ജനവികാരം മനസ്സിലാക്കി നിങ്ങൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതിനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത്ര ദിവസമായിട്ട് പ്രതികരിക്കുന്നില്ലെന്ന് ഓർത്ത്. ഞാനൊരു കോൺഗ്രസ് അല്ല, ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുമല്ല. പക്ഷെ ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുക കേരളത്തിന് ആരാണ് മുഖ്യമന്ത്രി എന്ന്. കോൺഗ്രസിന്റെ വിഴുപ്പ് 10 വർഷം ചുമന്ന VD സതീശനെ, എനിക്ക് VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് അനുഭവവും ഇല്ല, ഒന്നുമില്ല. മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ അതിദാരുണമായിരിക്കും. എത്ര MLA-മാര് മറ്റുള്ളവർക്ക് പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞാലും VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ, കോൺഗ്രസിലെ ജനങ്ങൾ മുഴുവൻ വോട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ എവിടെയും പോയിരുന്നിട്ട് ഇപ്പം മുഖ്യമന്ത്രി വേണം, മുഖ്യമന്ത്രി കസേര വേണമെന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല. ജനങ്ങളുടെ ന്യായം എന്ന് പറയുന്നത് ഇതാണ്. ജനവികാരം നിങ്ങൾ മനസ്സിലാക്കി ഹൈക്കമാൻഡ് ആണേലും ആരാണേലും തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ ഭരണം എന്താവുമെന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയാണ്, പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്രയും കാലം കേരളം നന്നായി ഭരിച്ച് അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഭരണം നഷ്ടപ്പെട്ടു പോയി. അത് പോട്ടെ. എന്നാൽ അവർക്ക് തിരിച്ചു കിട്ടിയ ഭരണം അവര് എത്രയും പെട്ടെന്ന് അത് നന്നായിട്ട് ഭരിക്കാൻ നോക്കില്ല. തമ്മിലടി, കസേരയ്ക്ക് വേണ്ടി തമ്മിലടി, നാണം കെട്ട തമ്മിലടി, കഷ്ടം. ഒരു മുട്ടായി കഷ്ണം കിട്ടുമ്പം പിള്ളേർ അതിനുവേണ്ടി ഞുള്ളി പറിച്ച് അതിന്റെ ഏറ്റവും വലിയ പീസ് എനിക്ക് വേണം, ചെറിയ പീസ് എനിക്ക് വേണം എന്ന് അടി ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കേരളത്തിനുണ്ടായേക്കുന്നത്. കഷ്ടം, എന്തൊരു കഷ്ടം. കോൺഗ്രസിന് വോട്ട് കൊടുത്ത ജനങ്ങളെ നിങ്ങൾ പമ്പര വിഡ്ഢികൾ അനുഭവിക്കുക.